Hey guys, Assalamu alaikum and welcome back to yet another Ramadan vlog. ഇത് വീണ്ടും ഒരു നൈറ്റ് വ്ളോഗാണ്. ഞാൻ എൻ്റെ പാൻട്രി, എൻ്റെ ഫ്രിഡ്ജൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്, പിന്നെ അത്താഴത്തിന് വേണ്ടി രണ്ട് റെസിപ്പീസ് ഞാൻ കാണിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടില്ല, ചിക്കൻ ഫ്രൈയും പിന്നെ ബ്രിഞ്ചാലിൻ്റെ ഒരു ഇതും കാണിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്, അറൗണ്ട് 4 മിനിറ്റ്സേ ഉള്ളൂ. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ കൂടുതലും നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഞാൻ ഓർഡർ കൊടുക്കലാണ് ഈ ഗ്രോസറീസിന് വേണ്ടി. അപ്പം ഒരു 7:30 ആയപ്പോൾ ഗ്രോസറീസ് വന്നു. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലെ സാധനങ്ങൾ എടുത്ത് വെക്കലും പിടിക്കലൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പച്ചക്കറി ഇതൊക്കെ അധികം കേട് കൂടാതെ കുറേ നാൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതിനായിട്ട് ഈ പച്ചമുളക് പിന്നെ ലീഫി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ, കഴുകാതെ ഉണക്കണം. കഴുകാതെ തന്നെ നമ്മളിങ്ങനെ സ്റ്റോറേജ് ബോക്സസിൽ ഇല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ രാത്രി ബ്രിഞ്ചാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ അത്താഴത്താക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അത് കട്ടാക്കി എടുക്കലാണ്. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ ഓരോ ഷോർട്സ് മോഡോടൊക്കെ പിടിച്ച് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ അല്ലേ, അപ്പം മോളും ഉറങ്ങുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ഐഡിയാസ് വെച്ചിട്ട് ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പം എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഓക്കെ, ഇങ്ങനെ ബ്രിഞ്ചോളൊക്കെ ഇങ്ങനെ കഴുകി വെച്ച് കട്ട് ചെയ്ത് വെച്ച് പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ മുളക് പൊടി വെച്ചിട്ടല്ല, കുരുമുളക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഞ്ചാലായിട്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കടുക് താളിച്ചിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത്, മസാല ഒന്നും ഇടത്തില്ല. പോട്ടിൽ തന്നെ ആദ്യം സവോള, ഉലുവ, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ആയി വരുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമ്മൾ ബ്രിഞ്ചോളിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. പിന്നെ മഞ്ഞൾ, ഉപ്പ് ലാസ്റ്റ് എടുത്തുള്ളൂ. അപ്പം ഓവർ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുറേ നേരം ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് പീസസ് ആക്കി വേണമെങ്കിൽ ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുക. ഒന്ന് വെന്ത് വരുമ്പോൾ ഓപ്പൺ ആയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ നേരത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നത്, മറ്റേ വെജിറ്റബിൾസൊക്കെ ഞാൻ പറഞ്ഞല്ലോ കേടുകൂടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കവറിൽ തന്നെ അല്ലെങ്കിൽ സിപ്പ് ലോക്കിൽ തന്നെ ഉണ്ടല്ലോ എയർ ഇങ്ങനെ കളഞ്ഞിട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളുണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജിൽ ആ ഒരു വെജിറ്റബിൾ ബോക്സല്ലേ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി കേടുകൂടാതെ ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ. ഞാനത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്, ഇത് സെപ്പറേറ്റ് കാണിച്ചു തരാം. ഞാൻ പിന്നെ ചിക്കൻ പൊരിക്കാനായിട്ട് പറഞ്ഞല്ലോ, ബേസിക്കായിട്ട് ഒന്നും ഇട്ടിട്ടില്ല. പച്ചമുളകല്ല, കുരുമുളക്, മല്ലിപ്പൊടി, പിന്നെ വന്നിട്ട് വലിയ ജീരകത്തിന് പൊരി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പം ഇത് രണ്ടുമാണ് അത്താഴത്ത് ഞാൻ വെച്ചത്. പിന്നെ ചോറ് വെച്ചു. കറി ഇവിടെ അങ്ങനെ നിർബന്ധമായിട്ട് കഴിക്കുന്നില്ല. രസം ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ, അതാണ്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നത്തെ വ്ലോഗിലും എനിക്ക് കൂടുതലും ഓട്സും നട്ട്സൊക്കെയാണ് ഞാൻ കൂടുതൽ കഴിക്കൽ. അപ്പം അങ്ങനെ ചെറുതായിട്ടൊന്നും പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഓവർ മസാല എന്നല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും അത്താഴത്തൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓവർ സമയമൊന്നും കിച്ചണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആവശ്യം വരത്തില്ല. ഓക്കെ, പിന്നെ ഈ പച്ചക്കറിയുടെ പ്രത്യേകിച്ച് ലീവ്സൊക്കെ അല്ലേ, മറ്റേ കരിവേപ്പില, അതൊക്കെ പെട്ടെന്ന് കവറിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ, ഇങ്ങനെ അധികം അറേഞ്ച് ചെയ്യാതെ വെച്ചാൽ പെട്ടെന്ന് കേട് ആയി പോകുമല്ലോ. അത് ആവാതിരിക്കാൻ വേണ്ടിയും ഞാൻ പറഞ്ഞ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കരിവേപ്പിലയും ഫുൾ അതിൻ്റെ സ്റ്റാൻഡ്സൊക്കെ കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ലീവ്സ് മാത്രം ഇങ്ങനെ ഒരു ഡബ്ബയിൽ ആക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ നിൽക്കും കേട്ടോ. അപ്പം ഇത് ചെറിയ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വ്ലോഗായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം ശരി, അസ്സലാമു അലൈക്കും.